നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാലവർഷക്കെടുതികൾ നേരിടുന്നതിന് സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിന് കാസർഗോഡ് കളക്ടറേറ്റിൽ യോഗം ചേർന്നു. മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം കാസർഗോഡ് നടന്നു. മന്ത്രി GR അനിൽ ആമുഖ ഭാഷണം നടത്തി. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം നടന്നു. മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം ആരംഭിക്കുന്ന ഹൊസ്ദുർഗ് മാലക്കൽ സബ് ട്രഷറികളുടെ ശിലാസ്ഥാപനം നടന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. ദ്രോണാചാര്യ അവാർഡ് ജേതാവായ S മുരളീധരന് സ്വീകരണം നൽകി. ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ ജനറൽ ബോഡി യോഗവും നടന്നു. അപകട ഭീഷണിയുയർത്തി കുമ്പടാജെ അംഗൻവാടിക്ക് മുന്നിൽ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കാസർഗോഡ് ജില്ലയിലെ പ്രദേശങ്ങളിൽ മതിയായ സുരക്ഷാ മുൻകരുതലിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജില്ലയുടെ ചുമതലയുള്ള വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ജില്ലയിൽ കാലവർഷക്കെടുതികൾ നേരിടുന്നതിന് സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിന് കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും മതിയായ മുൻകരുതൽ സ്വീകരിക്കേണ്ടത് അടിയന്തര പ്രാധാന്യമുള്ളതാണെന്നും അതിൽ ഉദാസീനത അനുഭവിക്കാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ദേശീയപാതയിൽ അപകട ഭീഷണിയിലുള്ള മണ്ണിടിച്ചിൽ നേരിടുന്ന ബേബിഞ്ച, വീരമലക്കുന്ന്, മട്ടളായിക്കുന്ന് എന്നിവിടങ്ങളിൽ അടിയന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി. വെള്ളക്കെട്ട്, ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാനും വീടുകളിൽ വെള്ളം കയറുന്നത് തടയുന്നതിനും മുൻകരുതൽ സ്വീകരിക്കണമെന്നും ആവശ്യമായ ഓവുചാൽ സംവിധാനം ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. കാലവർഷവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ മന്ത്രി അവലോകനം ചെയ്തു. ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് തലങ്ങളിലും വിവിധ വകുപ്പ് കാര്യാലയങ്ങളിലും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. അവയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റ് ജില്ലയിൽ പലയിടങ്ങളിലും വൈദ്യുതി തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. വൈദ്യുതി തടസ്സം സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് ഊർജിത നടപടി സ്വീകരിക്കാൻ വൈദ്യുതി ബോർഡിന് നിർദ്ദേശം നൽകി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, M രാജഗോപാലൻ MLA, ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റേഷൻ വിതരണത്തിലെ തടസ്സങ്ങൾ മാറ്റി വിതരണം 100% എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ കാസർഗോഡ് അതിഥി മന്ദിരത്തിൽ ചേർന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ആമുഖ ഭാഷണം നടത്തുകയായിരുന്നു മന്ത്രി. നിലവിൽ 85% BPL കാർഡുകാർക്കും ഈ മാസത്തെ റേഷൻ വാങ്ങിക്കഴിഞ്ഞു എന്നും അടുത്ത മാസത്തെ ഭക്ഷ്യവിതരണത്തിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കാലവർഷം ആരംഭിച്ച സാഹചര്യത്തിൽ മലയോര മേഖലയിൽ പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കുമെല്ലാം ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഉറപ്പാക്കാൻ സാധിക്കണമെന്നും ഒരു കുടുംബത്തിന് പോലും ഭക്ഷ്യവസ്തുക്കൾ കിട്ടാത്ത അവസ്ഥയുണ്ടാകരുത് എന്നും മന്ത്രി പറഞ്ഞു. സപ്ലൈകോയുടെ 13 ഇനം ഉൽപ്പന്നങ്ങളും മുഴുവൻ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾക്കും ഉറപ്പാക്കാൻ കഴിയണമെന്നും ഗ്രാമപ്രദേശങ്ങളിലെ ഔട്ട്ലെറ്റുകളിലും മുഴുവൻ ഉൽപ്പന്നങ്ങളും ഉറപ്പാക്കാൻ ശ്രദ്ധ ആവശ്യമുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് മേഖലാ സപ്ലൈകോ മാനേജർ ഷെൽജി ജോർജ്, കാസർഗോഡ് ജില്ലാ സപ്ലൈ ഓഫീസ് സീനിയർ സൂപ്രണ്ട് ആൻസി ഐസക്, താലൂക്ക് സപ്ലൈ ഓഫീസർമാരായ മാധവൻ പോറ്റി, B കൃഷ്ണനായക്, കാസർഗോഡ് സപ്ലൈകോ ഡിപ്പോ അസിസ്റ്റന്റ് മാനേജർ M രവീന്ദ്രൻ, കാഞ്ഞങ്ങാട് സപ്ലൈകോ ഡിപ്പോ അസിസ്റ്റന്റ് മാനേജർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിപ്പോ മാനേജർമാർ, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ 49ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം നടന്നു. കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ 49ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വനം വകുപ്പിലെ 20 ആറാട്ടുകളിലേക്ക് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരുടെ പ്രശ്നം സംഘടന ഉന്നയിക്കുകയുണ്ടായി. അവർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികകളായി ഉയർത്തണമെന്നായിരുന്നു ആ ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ
സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികകളിൽ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസറായി ഏർപ്പെടുത്തുമ്പോൾ 20 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തിക സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ തസ്തികയായി ഉയർത്തുന്നത് സംബന്ധിച്ച മറ്റൊരു പ്രപ്പോസലും സംഘടന എൻ്റെ മുമ്പാകെ സമർപ്പിച്ചിരുന്നു. അത് വൈകാതെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ തോന്നുന്നത്. KFPSC സംസ്ഥാന പ്രസിഡന്റ് KA സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. NA നെല്ലിക്കുന്നം MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുൻ സംസ്ഥാന നേതാക്കളായ K വിജയകുമാർ, K ജയകുമാർ, PG അനിൽകുമാർ, MV ബേബി, N ശ്രീകുമാർ, MS ബിനുകുമാർ, M മനോഹരൻ, K രാജ എന്നിവരെ ആദരിച്ചു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിച്ച സംസ്ഥാന നേതാക്കളായ KD ആന്റണി, GP സുനിൽകുമാർ, TS ദിലീപ്, PK ജീവരാജ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. കാതികൻ പുളിമാത്ത് ശ്രീകുമാർ അവതരിപ്പിച്ച ചങ്ങമ്പുഴ സ്നേഹിച്ചു തീരാത്ത ഗന്ധർവൻ എന്ന കഥാപ്രസംഗവും അരങ്ങേറി. ജനറൽ സെക്രട്ടറി R ദിൻഷ് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് KN രമേശൻ നന്ദിയും പറഞ്ഞു. ചൊവ്വാഴ്ച നടന്ന പരിസ്ഥിതി സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലെ ട്രഷറികൾ ആധുനികവൽക്കരിച്ച് കൂടുതൽ ജനകീയമാക്കുകയാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. ഹോസ്ദുർഗ് സബ് ട്രഷറി ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശസാൽകൃത ബാങ്കുകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ട്രഷറികളിൽ ലഭ്യമാണെന്നും പെൻഷൻകാരെ കൂടി പരിഗണിച്ച് ഇരിക്കാനുള്ള സൗകര്യം, കുടിവെള്ളം, മറ്റ് സൗകര്യങ്ങൾ എന്നിവ പുതിയ കെട്ടിടങ്ങളിൽ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപ്പം ഏറ്റവും ആധുനികമായ, ഏറ്റവും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സംവിധാനം എന്ന നിലയിൽ ട്രഷറി ഉയർന്നു വന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ. കാരണം ഈ കുബേർ പോലെയുള്ള പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് എത്രയും ചിട്ടയുള്ള ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ബാങ്കിങ് സമ്പ്രദായങ്ങളിൽ ഒന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക സ്ഥാപനമായ ട്രഷറി. താഴത്തെ നിലയിൽ തന്നെയായിരിക്കും ഡെയിലി ബിസിനസ്. മുകളിലത്തെ നിലയൊക്കെ ഉണ്ടാവും, കോൺഫറൻസ് ഹാളുണ്ട്. പക്ഷേ ഈ വരുന്നയാൾക്ക് ഇരിക്കാൻ അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, കുടിവെള്ളം, പ്രാഥമിക കാര്യങ്ങൾക്കുള്ള ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങൾ തുടങ്ങി എല്ലാം ചേർത്തിട്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ഇത് 1 വർഷത്തിനകം 9 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ KG രമാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. MP രാജ്മോഹൻ ഉണ്ണിത്താൻ, M രാജഗോപാലൻ MLA എന്നിവർ വിശിഷ്ടാതിഥികളായി. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സംസാരിച്ചു. ട്രഷറി വകുപ്പ് ഡയറക്ടർ V സാജൻ സ്വാഗതവും ജില്ലാ ട്രഷറി ഓഫീസർ K റീജ നന്ദിയും പറഞ്ഞു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പുതിയ കോട്ടയിലെ പഴയ ട്രഷറി കെട്ടിടം പൊളിച്ചു നീക്കിയ സ്ഥലത്താണ് 1.48 കോടിയുടെ ഒറ്റനില കെട്ടിടം പണിയുക. നിലവിൽ അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലാണ് ട്രഷറി പ്രവർത്തിച്ചു വരുന്നത്. 2424 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു നില കെട്ടിടത്തിൽ സബ് ട്രഷറിക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും. ഓഫീസർമാരുടെ ക്യാബിൻ, റെക്കോർഡ് റൂം, ഗാർഡ് റൂം, പെൻഷൻ ലോഞ്ച്, പണമിടപാട് ഏരിയ, പൊതു ശൗചാലയം, ഡൈനിങ് ഹാൾ എന്നിവ കെട്ടിടത്തിലൊരുക്കും. 274 ദിവസമാണ് നിർമ്മാണ കാലാവധി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം ആരംഭിക്കുന്ന മാലക്കല്ല് സബ് ട്രഷറിയുടെ ശിലാസ്ഥാപനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. മാലക്കല്ല് സബ് ട്രഷറി ഉൾപ്പെടെ ട്രഷറികൾ കൂടുതൽ ജനകീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ട്രഷറികൾക്ക് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും വേണ്ടത് അത്യാവശ്യമാണെന്നും ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് പുതിയ കെട്ടിടം നിലവിൽ വരുന്നതെന്നും പെൻഷൻകാർക്ക് ഒത്തുകൂടാനുള്ള സ്ഥലം എന്ന നിലയിൽ അവരുടെ പ്രായം കണക്കിലെടുത്ത് ആവശ്യമായ സൗകര്യങ്ങളോടുകൂടിയാകും ട്രഷറി പ്രവർത്തനം ആരംഭിക്കുക എന്നും മന്ത്രി പറഞ്ഞു. നിലവിലെ മന്ത്രിസഭാ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ സബ് ട്രഷറിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് വിപുലമായ ഉദ്ഘാടനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഈ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വിവിധ സംഘടനാ പ്രതിനിധികളും സംബന്ധിച്ചു. ട്രഷറി വകുപ്പ് ഡയറക്ടർ V സാജൻ സ്വാഗതവും ജില്ലാ ട്രഷറി ഓഫീസർ K റീജ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ KSBAയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KSBA ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുമാരൻ ഉദ്ഘാടനം ചെയ്തു.
കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇരട്ട യൂസർ ഫീസ് ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KSPA ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുമാരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും നമുക്ക് വേറെ പ്രത്യേകിച്ച് വിരോധ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ആളുകളും നമ്മളുമായി സഹകരിച്ചു പോകേണ്ട ആളുകളാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ മുടി ശേഖരിച്ചിട്ടാണെങ്കിൽ കാശ് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ സേവനം ചെയ്യാതെ വാങ്ങുന്ന ഈ ഫീസ് നിർബന്ധമായും ഒഴിവാക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. KSPA കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് M ഗോപി അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് താലൂക്ക് ട്രഷറർ അരുൺകുമാർ സ്വാഗതം പറഞ്ഞു. കാസർഗോഡ് താലൂക്ക് ജോയിന്റ് സെക്രട്ടറി K ഗോപി, കാസർഗോഡ് ബ്ലോക്ക് പ്രസിഡന്റ് മോഹൻ, കുമ്പള ബ്ലോക്ക് പ്രസിഡന്റ് അമീർ മുഗ്രാൽ, കാസർഗോഡ് ബ്ലോക്ക് ട്രഷറർ സുരേഷ് ചെർക്കള എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ദ്രോണാചാര്യ അവാർഡ് ജേതാവായ S മുരളീധരന് സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ ജനറൽ ബോഡി യോഗവും നടന്നു. കാസർഗോഡ് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദ്രോണാചാര്യ അവാർഡ് ജേതാവും ദേശീയ ബാഡ്മിന്റൺ അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റുമായ S മുരളീധരന് നൽകിയ സ്വീകരണം കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ അവാർഡ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അർഹമായ ഒരു വ്യക്തിത്വത്തിൻ്റെ കൈകളിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചത് വെറും 10 മിനിറ്റ് മാത്രമേ ഞങ്ങൾ സംസാരിച്ചുള്ളൂ. ആ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് ഇതുപോലെയുള്ള ഉയർന്ന ഉന്നതിയിൽ എത്തണമെങ്കിൽ ഇതുപോലെയുള്ള കഴിവുകൾ മാത്രം പോരാ, നല്ല മനസ്സുണ്ടായിരിക്കണം, നിഷ്കളങ്കമായ മനസ്സുണ്ടായിരിക്കണം. അപ്പോൾ നിഷ്കളങ്കമായ ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഉന്നതയിൽ എത്താൻ സാധിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരിപാടിയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ മുഖ്യാതിഥിയായിരുന്നു. തുടർന്ന് കാസർഗോഡ് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ ജനറൽ ബോഡി യോഗവും നടന്നു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഗഫൂർ ബേവിഞ്ചിയെയും സെക്രട്ടറിയായി ASN പ്രസാദിനെയും ട്രഷററായി MK വിനോദിനെയും തെരഞ്ഞെടുത്തു. സീനിയർ വൈസ് പ്രസിഡന്റായി ഹസൻ ചിത്താരി, വൈസ് പ്രസിഡന്റുമാരായി വിനോദ് കുമാർ, K മഹമ്മൂദ്, ആർട്സ് സ്പോർട്സ് ഷംസുദ്ദീൻ, C റഫീഖ് പച്ചക്കാട്, ജോയിന്റ് സെക്രട്ടറിയായി നവാസ് അബ്ദുള്ള എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു. വളർന്നു വരുന്ന കുട്ടികൾക്ക് ബാഡ്മിന്റൺ രംഗത്ത് പരിശീലനം നൽകുന്നതിനാവശ്യമായ പദ്ധതി നടപ്പിലാക്കുവാനും ലഹരി എന്ന സമൂഹ വിപത്തിനെതിരെ കായിക കൂട്ടായ്മ എന്ന നിലയിൽ ഒന്നിച്ചു പോരാടാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് സാർവജനിക ഗണേശോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാർവജനിക ഗണേശോത്സവ സപ്തതി മഹോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. യടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സാർവജനിക ഗണേശോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാർവജനിക ഗണേശോത്സവ സപ്തതി മഹോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നടന്ന യോഗം ಎಡನೀರ್ ಮಠಾಧಿಪತಿ ಸಚ್ಚಿದಾನಂದ ಭಾರತಿ ಸ್ವಾಮೀಜಿ ಉದ್ಘಾಟನೆ ചെയ്തു. ಯಾವುದೇ ರೀತಿಯ ನಮ್ಮೊಳಗಿರುವಂತಹ ಅಭಿಪ್ರಾಯ ವ್ಯತ್ಯಾಸವಿದ್ದರೂ ಕೂಡ ಸಮಾಜ ಉಳಿಬೇಕು, ಸನಾತನ ಧರ್ಮ ಗಟ್ಟಿಯಾಗಬೇಕು ಅನ್ನೋ ನೆಲೆಯಲ್ಲಿ ನಾವೆಲ್ಲ ಒಗ್ಗಟ್ಟಾಗುವಂತಹ ಒಂದು ಅನಿವಾರ್ಯತೆ ನಮಗೆ ಇರುವ ಕಾರಣದಿಂದ ನಮ್ಮ ಪರಿಸರದಲ್ಲಿ ಆಗುವಂತಹ ಸಾರ್ವಜನಿಕ ಗಣೇಶೋತ್ಸವಗಳು ಆ ರೀತಿಯಲ್ಲಿ ಇವತ್ತು ಪ್ರವರ್ತಿಸುವಂತಹ ಒಂದು ಅಗತ್ಯ ಇದೆ. ಆ ನಿಟ್ಟಿನಲ್ಲಿ 70ನೇ ವರ್ಷಾಚರಣೆಯ ನೆಪದಲ್ಲಿ ನಡೆಯುವಂತಹ ಈ ಕಾರ್ಯಕ್ರಮ ಆಯುಕ್ತ ನಾರಿಕೇಳ ಮಹಾಯಾಗದೊಂದಿಗೆ ಆ ಗಣಪತಿಯನ್ನು ತೃಪ್ತಿಪಡಿಸುವಂತಹ ಈ ಕಾರ್ಯಕ್ರಮ ಕೇವಲ ಗಣೇಶೋತ್ಸವ ಕಾರ್ಯಕ್ರಮ ಮಾತ್ರವಲ್ಲದೆ ಅದು ಮಹಾ ಹಿಂದೂ ಸಂಗಮವಾಗಿ ಕಾಸರಗೋಡಿನಲ್ಲಿ ನೆರವೇರಬೇಕು. ಅದಕ್ಕೆ ಆ ಗಣಪತಿ ಸ್ಥಳ ಸಾನ್ನಿಧ್ಯ ದೇವರಾದಂತಹ ಮಲ್ಲಿಕಾರ್ಜುನ ಸರ್ವ ವಿಧದ ಶಕ್ತಿಯನ್ನು ನೀಡಬೇಕು ಅನ್ನೋದಾಗಿ ಈ ಸಂದರ್ಭದಲ್ಲಿ ವಿಶೇಷಗಳಲ್ಲಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇವೆ. ഗണേശോത്സവ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ചിന്മയ മിഷൻ കേരള മേഖലാ യൂണിറ്റ് ചീഫ് വിവിക്താനന്ദ സരസ്വതി സ്വാമിജി,
RSS കാസർഗോഡ് ജില്ലാ സംഘചാലക് പ്രഭാകരൻ മാസ്റ്റർ, രവീഷ് തന്ത്രി കുണ്ടാർ എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി ഓണററി ചെയർമാൻ ജഗന്നാഥ് വിട്ല പരിപാടികൾ വിശദീകരിച്ചു. ഛായശ്രീ, വൈഭവി എന്നിവർ പ്രാർത്ഥനകൾ ആലപിച്ചു. KN കമലാക്ഷൻ സ്വാഗതവും കമലാക്ഷ ബീരമ്പയിൽ നന്ദിയും പറഞ്ഞു. ദേവദാസ് നുള്ളിപ്പാടി പരിപാടിയുടെ അവതാരകനായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. BJP മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് ശൗര്യ തിരംഗ യാത്ര പരിപാടി നടന്നു. BJP മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി വിജയ് റൈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആധുനിക ലോകത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് ശക്തമായ ഒരു സൈനിക ശക്തിയുണ്ടെന്നും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യത്തിന്റെ സൈനിക ശക്തി ലോകം കണ്ടുവെന്നും വിജയ് റൈ പറഞ്ഞു. ಭಾರತ ದೇಶ ತಕ್ಕದಾದಂತಹ ಒಂದು ಉತ್ತರವನ್ನು ನಮ್ಮ ವಿರೋಧಿ ರಾಷ್ಟ್ರವಾಗಿರ್ತಕ್ಕಂಥ ಪಾಕಿಸ್ತಾನಕ್ಕೆ ಕೊಟ್ಟಿದೆ. ಅದರ ಉತ್ತರವೇ ಆಪರೇಷನ್ ಸಿಂಧೂರ ಅಂತ ಹೇಳಿಕೊಂಡು ನಮ್ಮ ತಾಯಂದಿರ ಹೋದ ಸಿಂಧೂರಕ್ಕೆ ಸರಿಯಾದಂತಹ ಉತ್ತರವನ್ನು ಅವತ್ತು ಭಾರತ ಕೊಟ್ಟಿದೆ. മുൻ സൈനികനായിരുന്ന വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് നവീൻ രാജ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ആദർശ് BM, AK കയ്യാർ, പത്മനാഭ കടപ്പുറ, യാദവ് ഭടാജെ, സദാശിവ ചേരാൽ, യദ്രാജ് ഷെട്ടി, തുളസികുമാരി, ആശാലത, സുബ്രഹ്മണ്യ ഭട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചന്ദ്രഗിരി മേൽപ്പറമ്പും തമ്പ് മേൽപ്പറമ്പും സംയുക്തമായി നടത്തിവരുന്ന SFA അഖിലേന്ത്യാ സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റായ പ്രഥമ പാദൂർ ട്രോഫി മത്സരങ്ങൾ മാറ്റിവെച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് മത്സരങ്ങൾ മാറ്റിവെക്കുന്നതെന്നും കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ ടൂർണമെന്റ് പുനരാരംഭിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ തുടർച്ചയായി റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലും ജനങ്ങളുടെയും കളിക്കാരുടെയും സുരക്ഷ മാനിച്ചും മേൽപ്പറമ്പ് പോലീസിന്റെ നിർദ്ദേശപ്രകാരവുമാണ് ടൂർണമെന്റ് താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് സംഘാടകർ വിശദീകരിച്ചു. ടൂർണമെന്റിൽ ഇനി 2 ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളും സെമി ഫൈനലുകളും ഫൈനൽ മത്സരവുമാണ് അവശേഷിക്കുന്നത്. ടൂർണമെന്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഉടൻ അറിയിക്കുമെന്നും സീസൺ ക്രിക്കറ്റ് സ്വന്തമാക്കിയവർക്ക് ടൂർണമെന്റ് പുനരാരംഭിക്കുമ്പോൾ സീസൺ ടിക്കറ്റുകൾ ഉപയോഗപ്പെടുത്താമെന്നും സംഘാടകർ അറിയിച്ചു. 28-ാം തീയതി വരെ ചന്ദ്രി സ്കൂൾ ഗ്രൗണ്ട് അനുവദിച്ചിട്ടുള്ളൂ. അതിൻ്റെ കാരണം പെർമിഷൻ അതുവരെ ഉള്ളതുകൊണ്ടാണ്. ആ വിഷയമല്ല നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നത്, കാലാവസ്ഥയും അതുപോലെ തന്നെ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം. ആകെ 5 കളിയാണ് ബാക്കിയുള്ളത്. 2 ക്വാർട്ടർ സെമി ഫൈനലും മാത്രമാണ് അവശേഷിക്കുന്നത്. അത് താൽക്കാലികമെന്ന് പറയുന്നത് കാലാവസ്ഥൻ്റെ മാറ്റത്തിനനുസരിച്ച് സംഘാടക സമിതി വീണ്ടും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് പുനരാരംഭിക്കുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. ടൂർണമെന്റ് ചെയർമാൻ ജലീൽ കോയ, ജനറൽ കൺവീനർ അഫ്സൽ സിസ്ലു, ട്രഷറർ യൂസഫ് മേൽപ്പറമ്പ്, പുരുഷോത്തമൻ ചെമ്പരിക്ക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള മാപ്പിളകലാ അക്കാദമിയുടെ രജത ജൂബിലിയോടനുബന്ധിച്ചുള്ള T. ഉബൈദ് സ്മാരക പുരസ്കാരം കാസർഗോട്ടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ റഹ്മാൻ തായിലങ്ങാടിക്ക്. പുരസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3:30 കാസർഗോഡ് പുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സമ്മാനിക്കും. കേരള മാപ്പിള കലാ അക്കാദമി സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച T. ഉബൈദ് സ്മാരക പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ റഹ്മാൻ തായിലങ്ങാടിക്ക് ബുധനാഴ്ച സമർപ്പിക്കും. കാസർഗോഡ് ലൈബ്രറി ഹാളിൽ വൈകിട്ട് 3:30 നടക്കുന്ന ചടങ്ങിൽ ഗ്രന്ഥകാരനും കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി ചെയർമാനുമായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി പുരസ്കാരം സമർപ്പിക്കും. 10,001 രൂപയും ഉപഹാരവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, A. അബ്ദുറഹ്മാൻ, അഡ്വക്കേറ്റ് BF അബ്ദുറഹ്മാൻ, AS മുഹമ്മദ് കുഞ്ഞി, MV സന്തോഷ് കുമാർ, PS ഹമീദ്, പ്രസ് ക്ലബ് സെക്രട്ടറി പ്രദീപ്, അക്കാദമി സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് AK മുസ്തഫ, ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ തുടങ്ങിയവർ പങ്കെടുക്കും. ദീർഘകാലം മാധ്യമപ്രവർത്തന മേഖലയിൽ നിറഞ്ഞുനിന്ന റഹ്മാൻ തായിലങ്ങാടി ചന്ദ്രികയുടെ കാസർഗോഡ് ബ്യൂറോ ചീഫായിട്ടാണ് പത്രപ്രവർത്തന മേഖലയിൽ നിന്ന് വിരമിച്ചത്. മാപ്പിള സാഹിത്യരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം ഒട്ടേറെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. കേരള മാപ്പിള കലാ അക്കാദമി സിൽവർ ജൂബിലി ഭാഗമായി കഴിഞ്ഞ 27 വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച 9 പ്രതിഭകൾക്ക് പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. ഇതിൽ മാപ്പിള സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു റഹ്മാൻ തായിലങ്ങാടിയെ ഉബൈദ് സ്മാരക പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മഴ കനത്താൽ ഏത് സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന രണ്ട് കുന്നുകൾ ചെറുവത്തൂരിലെയും പിലിക്കോട്ടെയും നാടിൻ്റെ സ്വസ്ഥത കെടുത്തുന്നു. ദേശീയപാതയുടെ സമീപത്ത് നെടുകെ പിളർന്നെടുത്ത ഈ കുന്നുകൾ തലയ്ക്ക് മുകളിൽ വാളെന്ന പോലെ നിൽക്കുമ്പോൾ പ്രതിവിധി കാണേണ്ടവരുടെ മൗനവും ചർച്ചയാവുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ അനുദിനം കടന്നു പോകുന്ന ദേശീയപാതയുടെ സമീപത്താണ് അപകട ഭീഷണിയോടെ കുന്നുകളുള്ളത്. ചെറുവത്തൂർ പഞ്ചായത്തിലേക്ക് കടക്കുന്ന കവാടമായ മൈച്ച ഗ്രാമത്തിന് അതിർവരമ്പിട്ട് കിടക്കുന്ന വീരമലക്കുന്നാണ് ഇതിൽ ഒന്നെങ്കിൽ, ചെറുവത്തൂർ പഞ്ചായത്തിനെയും പിലിക്കോട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഞാണങ്കൈ കുന്നാണ് രണ്ടാമത്. ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് കുന്നുകളും വെട്ടിപ്പൊളിച്ച് കുത്തിയെടുത്തത്. പാതയുടെ വീതി കൂട്ടാൻ കുന്നിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റി പാതയുടെ നിർമ്മാണത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് കൂടുതൽ മണ്ണ് ലഭിക്കുമെന്ന് വ്യക്തമായതോടെ അനുവദിച്ചതിനേക്കാളും മണ്ണ് എടുത്തുകൊണ്ടുപോയി. ഇതാണ് ഇന്നത്തെ അപകടക്കെണിക്ക് വഴിയൊരുക്കിയത്. അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തതോടെ ഈ രണ്ട് മലകളുടെ നിലനിൽപ്പും ഇല്ലാതാവുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മഴ കനത്ത് കറുത്തു വരുമ്പോൾ താഴ്വാരത്തെ നിരവധി വീടുകളിലുള്ള 100-ൽ പരം ആളുകൾ ഭീതിയിലാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുവഴി കടന്നു പോകുന്ന വാഹനയാത്രക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ജീവൻ കയ്യിൽ പിടിച്ചാണ് യാത്ര ചെയ്യേണ്ടതെന്ന ആധിയിലാണ്. ഉറുമീസ്ത്രിക്ക റിപ്പോർട്ട്, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ദേലമ്പാടി ഏവന്തൂർ കുഞ്ഞഹമ്മദ് ഫാമിലി കുടുംബ സംഗമം ബുധനാഴ്ച മുള്ളേരിയയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേലമ്പാടി ഏവന്തൂർ കുഞ്ഞഹമ്മദ് ഫാമിലി കുടുംബ സംഗമം ബുധനാഴ്ച മുള്ളേരിയ പൂവടുക്ക കല്യാൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. കുഞ്ഞഹമ്മദിന്റെ 4 മക്കളായ ഹസൈനാർ ഏവന്തൂർ, പള്ളിക്കുഞ്ഞി മൈനാടി, മൊയ്തീൻ കുഞ്ഞി ചാൽക്കര, സൂപ്പി കൂക്കങ്കൈ എന്നിവരുടെ 7ാം തലമുറയടങ്ങുന്ന കുടുംബസംഗമമാണ് നടക്കുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. സംഗമം മുഹമ്മദ് കുഞ്ഞി ചാൽക്കര ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 4 വല്യുപ്പമാരെ മക്കളും പേരമക്കളും കൂടി ഏകദേശം 4500ഓളം അംഗങ്ങളുള്ള ഒരു കുടുംബം, 900ഓളം വീടുകളുള്ള ഒരു കുടുംബം. അവരെ ഒന്നിച്ചു കൂട്ടി അതിൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റന്നാൾ 28-ാം തീയതിയാണ് ഈ ഒരു കുടുംബ സംഗമം ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സൗദി പൗരത്വമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ മുതൽ, ഓൺലൈൻ രജിസ്ട്രേഷൻ മുതൽ മൊത്തം ഈ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ഡാറ്റ കളക്ഷൻ ചെയ്തുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കുറ്റമറ്റ രീതിയിൽ ഒരു ഇപ്പോഴത്തെ ആധുനിക രീതിയിലുള്ള രജിസ്ട്രേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി തുടങ്ങുന്ന പരിപാടി, അതിൻ്റെ കാര്യപരിപാടികളൊക്കെ അതിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സംഘാടക സമിതി ഭാരവാഹികളായ സിറാജുദ്ദീൻ ചാൽക്കര, അഷ്റഫ് ഏവന്തൂർ, ഉനൈസ് മൈനാടി, മുഹമ്മദ് സൂഫി കുക്കങ്കൈ, അബ്ദുള്ള മൈനാടി, ഉമ്മർ അർലുണ്ട എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അപകട ഭീഷണി ഉയർത്തി കുമ്പടാച്ചി അംഗൻവാടിക്ക് മുന്നിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കാലവർഷമെത്തിയ സാഹചര്യത്തിൽ മരം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും ഉണ്ടാകുകയെന്നും അതിനാൽ തന്നെ ഉടൻ തന്നെ മരം മുറിച്ചു മാറ്റുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. നിരവധി കുരുന്നുകളെത്തുന്ന കുമ്പടാച്ചി അംഗൻവാടിക്ക് മുന്നിലാണ് അപകട ഭീഷണി ഉയർത്തി വൻ മരങ്ങളുള്ളത്. കാലവർഷമെത്തിയ സാഹചര്യത്തിൽ ശക്തമായ കാറ്റിൽ ശിഖിരങ്ങൾ ഒടിഞ്ഞും മറ്റും വലിയ അപകടങ്ങളുണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. മരം മുറിച്ച് മാറ്റണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ നാട്ടുകാർ പ്രക്ഷോഭ രംഗത്താണ്. തുടർച്ചയായുള്ള പ്രതിഷേധത്തെയും പരാതിയെയും തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി മരം അപകട ഭീഷണി ഉയർത്തുന്നതാണെന്നും നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ടെന്നും കാണിച്ച് തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്ന് മരം മുറിച്ചു മാറ്റുവാൻ തഹസിൽദാർ വില്ലേജ് ഓഫീസർക്ക് രേഖാമൂലം ഉത്തരവ് നൽകിയെങ്കിലും ഇത് നടപ്പിലാക്കുവാൻ വില്ലേജ് ഓഫീസർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. തഹസിൽദാർ ഉത്തരവുമായിട്ട് ഇതിൻ്റെ തുടർ നടപടികൾ എന്താണെന്ന് ചോദിച്ച് ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഒരു ജനസേവകര രീതിയിലല്ല വില്ലേജ് ഓഫീസർ ഞങ്ങളോട് പെരുമാറിയത്. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നും നിങ്ങളോട് എനിക്ക് സംസാരിക്കേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന ഈ അംഗനവാടിയെ ഒരു പുച്ഛിച്ച രീതിയിലാണ് ഞങ്ങൾ കണ്ടത് അവിടെ. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെ കള്ളക്കേസ് കൊടുക്കുകയും കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു ദിവസം സ്റ്റേഷനിൽ ഞങ്ങൾ ചെലവഴിക്കുകയും അവസാനം ഞങ്ങൾ വെറുതെ വിടുകയുമാണ് ഉണ്ടായിരുന്നത്. അംഗനവാടിൻ്റെ പരിസരത്ത് വന്ന ആർക്കും ഇവിടുത്തെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം കാണാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസർക്കോ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾക്കോ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക. ഞങ്ങളുടെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കണം. കുട്ടികൾക്ക് വല്ല ആപത്തും വന്ന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് എന്തെങ്കിലും ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല.
അതിന് മുമ്പ്, അപകടം വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കണം. ഈ അപകടാവസ്ഥയിലുള്ള മരം മുറിച്ച് മാറ്റണം. 5 വയസ്സായുള്ള പിഞ്ചു കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ മരം തന്നെ വീഴണമെന്നില്ല, ഒരു ചില്ല് ഒടിഞ്ഞ് വീണാൽ അവർക്കത് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോഴും ഉന്നയിക്കാനുള്ളത്. കുട്ടികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷമൊരുക്കുവാൻ അംഗൻവാടിക്ക് ഭീഷണിയാകുന്ന മരം മുറിച്ചു മാറ്റുവാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. മരങ്ങൾ മുറിച്ചു നീക്കുവാൻ അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ നാട്ടുകാർ കാസർഗോഡ് തഹസിൽദാർക്കും ജില്ലാ കളക്ടർക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലവർഷക്കെടുതികൾ നേരിടുന്നതിന് സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിന് കാസർഗോഡ് കളക്ടറേറ്റിൽ യോഗം ചേർന്നു. മന്ത്രി എ.കെ. ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം കാസർഗോഡ് നടന്നു. മന്ത്രി ജി.ആർ. അനിൽ ആമുഖ ഭാഷണം നടത്തി. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം നടന്നു. മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം ആരംഭിക്കുന്ന ഹൊസ്ദുർഗ് മാലക്കൽ സബ് ട്രഷറികളുടെ ശിലാസ്ഥാപനം നടന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ശിലാസ്ഥാപനം നിർവഹിച്ചു. ദ്രോണാചാര്യ അവാർഡ് ജേതാവായ എസ് മുരളീധരന് സ്വീകരണം നൽകി. ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ ജനറൽ ബോഡി യോഗവും നടന്നു. അപകട ഭീഷണിയുയർത്തി കുമ്പടാജെ അംഗൻവാടിക്ക് മുന്നിൽ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.